നിങ്ങൾ ഇവിടെ വന്നിരിക്കണേ? ഞാൻ എവിടൊക്കെ നോക്കി നിങ്ങളെ. വരി, ഞാൻ അവിടെ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. ഞാൻ കഴിക്കാം. നീ ഇപ്പൊ ഇവിടെ വന്നിരിക്കി. എത്ര കാലമായി നിന്നിങ്ങനെ അടുത്ത് കണ്ടിട്ട്. അയ്യോ, ഇപ്പൊ ഇരുന്നാ പറ്റില്ല. അവിടെ അടുക്കളയിലേ കുറേ പണിയുള്ളതാണ്. അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ചോറിനീ വന്നിട്ട്. ഞാൻ വന്നപ്പോ മുതൽ നീ അടുക്കളയിലല്ലേ. നീ ഒന്ന് കുറച്ചു നേരം ഇവിടെ വന്നിരിക്കി. പണിയൊക്കെ ഉമ്മ നോക്കിക്കോളും. നിങ്ങളൊരു കാര്യം, ഇപ്പൊ ഞാനിവിടെ ഇരിക്കാൻ നിങ്ങൾക്കൊരു ഇടങ്ങൾ വേണ്ട. ഇപ്രാവശ്യം ഞാൻ നിനക്ക് ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒഴിവിട്ടുമ്പോ ഒക്കെ ഒന്ന് തുറന്നു നോക്ക്. എനിക്കൊന്നും കാണണ്ട. സാധനങ്ങൾ കാണാനാണല്ലോ പിന്നെ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. എന്നാലും അങ്ങനെ അല്ലല്ലോ, ഞാൻ ഗൾഫിൽ നിന്നല്ല വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടോന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവുമല്ലോ. പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല? എനിക്ക് പെട്ടിയും തുറക്കേണ്ട, സാധനങ്ങളും കാണണ്ട. നിങ്ങൾ വന്നല്ലോ, അത് മതി എനിക്ക്. നിങ്ങൾ പോയിട്ട് എത്രയായി എന്നറിയോ? 3 കൊല്ലമായി. വല്ല വിചാരം ഉണ്ടോ? 3 കൊല്ലായില്ലേ? എത്ര പെട്ടെന്നാ ദിവസങ്ങളൊക്കെ പോണത്. പെട്ടെന്നോ? ആർക്ക്? ഇവിടെ നിങ്ങളെ കാണാണ്ട് ഓരോ ദിവസം തള്ളി നിൽക്കുന്നതേ എനിക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. 10-12 കൊല്ലായില്ലേ നിങ്ങൾ ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നു. ഇനി നിങ്ങൾ പോകണ്ടാന്നോ? അത് നന്നായി. ഇനിയല്ലേ പോകേണ്ടത്? മക്കളൊക്കെ വലുതായി വരികയല്ലേ, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? നിങ്ങളുടെ കൂട്ടം കേട്ടാ തോന്നും ഗൾഫിലുള്ളവർക്ക് മാത്രം കുട്ടിയും കുടുംബമൊക്കെ ഉള്ളൂ, നാട്ടിലുള്ളവർക്കൊന്നും അതൊന്നും ഇല്ലാന്ന്. നിങ്ങളെ ഇവിടെ എന്തെങ്കിലും ഒരു ജോലി നോക്ക്. നമുക്ക് തൽക്കാലം അത് മതി. ഒന്നില്ലെങ്കിൽ എനിക്കും കുട്ടികൾക്ക് നിങ്ങൾ കണ്ടോണ്ടെങ്കിൽ ഇരിക്കാലോ. ഇത് 3 കൊല്ലം കൂടുമ്പോൾ 2 മാസത്തെ ലീവിന് ഇങ്ങോട്ട് വരും. എന്നിട്ട് അവിടുന്ന് കൂട്ടുകാർ കൊടുത്തയച്ച സാധനങ്ങൾ കൊടുത്തയക്കാൻ കുറച്ച് ദിവസം, പിന്നെ അതുപോലെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകാൻ കുറച്ച് ദിവസം. അത് കഴിയുമ്പോഴേക്ക് 2 മാസത്തെ ലീവും കഴിയും. പിന്നെ നിങ്ങളെ ഒന്ന് കാണണമെങ്കിൽ 2-3 കൊല്ലം കാത്തിരിക്കേണ്ട ഞാൻ. പിന്നെ അത് മാത്രമല്ല, കുട്ടികളും വളർന്ന് വലുതാവുകയല്ലേ. അതോൾക്കുണ്ടായി ഇപ്പാനോട് ഇരിക്കണമെന്ന്. ഡാ, നിനക്കല്ലേ ചോറ് വളർന്നു വെച്ചിരിക്കുന്നത്? എന്നിട്ട് കഴിക്കാൻ നോക്ക്. നീയും വാ, നമുക്ക് ഒപ്പിരിക്കാം. വേണ്ട, നിങ്ങൾ കഴിക്കേ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടിരിക്കേ. എന്തമ്മ പിന്നെ വർത്താനൊക്കെ? എന്ത് വർത്താനം? അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. നീ തിരിച്ചു പോണില്ല എന്നുള്ള കൂട്ടൊക്കെ കേട്ടു. അതൊന്നുമില്ല. ഞാൻ ഈ 2-3 കൊല്ലം കൂടുമ്പോഴല്ലേ വരുന്നുള്ളൂ. അതിന്റെ വിഷമത്തിൽ പറഞ്ഞാണ് അവള്. പിന്നെ അവള് പറയും പോലെയല്ലേ കാര്യങ്ങള്. വായ തുറന്നാൽ ഇവരൊക്കെടാ പറയുള്ളൂ. അത് അങ്ങനെ ഒരു സാധനം. എല്ലാ വീട്ടിലും ആണുങ്ങൾ അധ്വാനിച്ചിട്ട് തന്നെയല്ലേ, അല്ലാണ്ട് നീ മാത്രം ഗൾഫ് പോയി നിൽക്കണുള്ളൂ. നീയേ അവളുടെ മണ്ടത്തരും കേട്ടിട്ട് തിരിച്ചു പോകാണ്ടിരിക്കണ്ട. നാട്ടിലൊരു 4 ദിവസം നിന്ന് നോക്ക്. അപ്പ അറിയാം 5 പൈസക്ക് വില ഉണ്ടാവില്ല. അതൊക്കെ പോട്ടെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പറയും കേക്കട്ടെ. വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട് പറയാന്. നിന്റെ ചെറിയ മാമാന്റെ മകളുടെ കല്യാണമാണ് വരുന്നത്. എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? ചുരുങ്ങിയത് 2 പവനെങ്കിലും കൊടുക്കണം. നിന്റെ പെങ്ങളുടെ കാര്യത്തിനൊക്കെ അവര് തന്നതാ. പിന്നെ നിന്റെ പെങ്ങളുടെ വീട് പണിയില്ലേ നടക്കുന്നത്, അവൾക്കും എന്തെങ്കിലുമൊക്കെ സഹായിക്കണം. ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. നോക്കിയാ പോരാ, ചെയ്യണം. ഇനി നീ പോണ സമയത്തേ പൈസ അയക്കുമ്പോ ഇത്തിരി കൂടുതൽ അയക്കാൻ നോക്ക്. നീ ഇതുവരെ അയച്ച പൈസയിൽ ഒന്നിനും തികയണില്ല. ഞാൻ പെണ്ണിന്റെ വീട് പണിയൊക്കെ അല്ലേ നടക്കുന്നത്. ഞാൻ അവൾക്ക് എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ കൊടുക്കേണ്ടതല്ലേ? ഞാൻ മാക്സിമം കിട്ടുന്നത് ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. ഇനി ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും വഴി കാണാം. ഒക്കെ നടക്കും. പിന്നെ ഇവിടെ ഉള്ളവര് ഓരോന്നും പറഞ്ഞേ മനസ്സ് മാറ്റാണ്ടിരുന്നാ മതി. അതിന് ഇവിടെ പാര എന്റെ മനസ്സ് മാറ്റാനുള്ളത്? വേറെ ആരാ? നിന്റെ കെട്ടിയവള് തന്നെ. അവൾ തന്നെയല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരി. അവളിനെ കൊണ്ട് ഇപ്പൊ എന്ത് നിങ്ങൾക്ക് ഇവിടെ പ്രശ്നമുള്ളത്? എന്ത് പ്രശ്നമുള്ളത് എന്നോ പറയാനാണെങ്കിലൊക്കെ കുറേ ഉണ്ട്. അവളേ നമ്മള് വിചാരിക്കുന്ന പോലത്തെ പെണ്ണൊന്നല്ല. നീ പൈസ അയച്ച അപ്പൊ അവളുടെ വീട്ടിൽ പോകും. എന്തിനാ? ഒക്കെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാന്. എന്റെ മോന്റെ അധ്വാനല്ലേ ഇത്? വല്ല വിചാരം അവൾക്കുണ്ടോ? നീ ആ മരുഭൂമി കടന്നിങ്ങനെ കഷ്ടപ്പെടുക, ആ പൈസ മൊത്തം അവളുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുക. നീ ഇപ്പൊ ആ വീടൊന്ന് പോയി നോക്കി നോക്ക്. അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ബാക്കി. അതൊക്കെ നിന്റെ പൈസയാണ്. ഇതൊന്നും ഞാൻ നിന്റെ അടുത്ത് പറയില്ലായിരുന്നു. നീ ചോദിച്ചതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഞാൻ ഒരൊറ്റ കാര്യം നിന്റെ അടുത്ത് പറയാം. നീ അവളെ നിലയ്ക്ക് നിർത്തിക്കോ. അതാണ് എല്ലാം കൊണ്ടും നല്ലത്. ഇതെന്താടി അളിയൻ വന്നില്ലേ? അവിടെ വീട് പണി നടക്കല്ലേ, അവിടെയാണ്. വരും, വൈകുന്നേരത്ത് വരും. നീ കേറിയിരിക്കി.
ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ നീ കൊണ്ടുവന്നിട്ടില്ലേ? നീ ഇപ്പൊ എന്നെ കാണാനാണോ വന്ന്, അതോ ഞാൻ കൊടുത്ത സാധനങ്ങൾ കൊണ്ടുപോകാനോ? പോടാ അവിടുന്ന്, അവന്റെ ഒരു തമാശ. പിന്നെ അവിടെ വീട് പണി നടക്കുകയാണ് കേട്ടാ. കാര്യായിട്ട് നീ എന്തെങ്കിലും സഹായിക്കണം. നിന്നെ കണ്ടിട്ടാണ് ഞാനൊക്കെ തുടങ്ങി വെച്ചത്. അതൊക്കെ എനിക്കറിയാം. അല്ല, നീ അതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. പിന്നെ നീ വന്നു പറഞ്ഞിട്ട് അവളുടെ വീട്ടിൽ നിന്ന് ആരും കാണാൻ വന്നില്ലേ? ഇല്ല, കുറച്ച് കഴിയുമ്പോഴേക്കും വരുമായിരിക്കും. വരാണ്ടിരിക്കില്ല. നീ ഗൾഫിൽ നിന്ന് വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടേ പാഞ്ഞു വരൂ ഇപ്പൊ. പിന്നെ ഇവളും വിട്ട പുള്ളിയൊന്നല്ല. പുറമെ കാണുന്ന ഈ കളിയും ചിരിയൊക്കെ വെറും അഭിനയാണ്. നമ്മുടെ ഉമ്മാനൊക്കെ വരച്ച വരയിൽ അവള് നിർത്തുന്നത്. നമ്മുടെ ഉമ്മ ഒരു പാവാകൊണ്ട് ഒക്കെ കേട്ടുകൊണ്ട് നിൽക്കും. പിന്നെ പൈസ ചെലവാക്കണ കാര്യത്തിൽ ഒരു കയ്യും കണക്കും ഇല്ല. ഇവിടെ ഇപ്പൊ ആരാ ഇപ്പൊ ചോദിക്കാനും പറയാനും? നിന്റെ അടുത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പൈസ വാങ്ങണോ ഒക്കെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണോ? നിന്റെ അടുത്ത് സ്നേഹമുള്ളവളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? നീ അവളുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക്. എന്താന്നറിയാലോ അവളുടെ ഉള്ളിലിരിപ്പ്. എന്നാലേ ഞാൻ പോയിട്ട് ഉമ്മാനെ ഒന്ന് കാണട്ടെ. ഉമ്മ, ഞാൻ അവന്റെ അടുത്ത് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നന്നായി. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ എനിക്കറിയാലോ. പിന്നെ നമ്മൾ രണ്ടാൾ ഒരേ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടേ അവന് കുറച്ചൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. മിക്കവാറും ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാവും. തീരുമാനം ഉണ്ടാവണം, അല്ലെങ്കിൽ മാസം മാസം വരുന്ന പൈസയൊക്കെ അവളുടെ കയ്യിലിരിക്കും. അപ്പൊ ഉമ്മാന്റെ കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസയൊക്കെ ഇല്ലേ, അതും ഇല്ലാണ്ടാവും. പിന്നെ അത് ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ട് വേണ്ടേ? നീ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചോ അവളുടെ അടുത്ത്? ഇപ്പൊ നമ്മളെല്ലാവരും ഉണ്ടല്ലോ അവിടെ, എന്നാ ഇപ്പൊ തന്നെ ചോദിച്ചു നോക്കാം. നമ്മളെല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കണല്ലോ ഒന്നുകൂടെ നല്ലത്. എന്നാ നീ അവളുടെ വിളിക്ക്. അവളുടെ അടുത്തല്ലേ സംസാരിക്കേണ്ടത്. അതിനു മുമ്പേ ഞാനൊരു കാര്യം പറയാം രണ്ടാളുടെ അടുത്തും. ഈ പ്രശ്നത്തിലൊന്നും എന്നെ വലിച്ചിടണ്ട. എനിക്കൊന്നും മനസ്സിൽ വെക്കുന്ന സ്വഭാവമില്ല. അതുകൊണ്ടാണ് കണ്ട കാര്യം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് കേട്ടാ. അല്ലെങ്കിൽ ഇപ്പൊ നിസ്സാരമായി വിടേണ്ട കാര്യമില്ലല്ലോ. ശരി, നീ ഒന്നുകൂടെ വാ. എന്തിനൊക്കെ എന്നെ വിളിച്ചത്? നീ എപ്പം മുതൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് മറച്ചു വെക്കാൻ തുടങ്ങിയത്? എന്ത് കാര്യങ്ങള്? ഞാൻ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അപ്പപ്പോ വിളിക്കുമ്പോ പറയലില്ലേ? പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ ഇവിടെ വന്ന പറഞ്ഞത്. നിങ്ങൾ എന്താ പറഞ്ഞാ പറയുന്നത്? അങ്ങനെ വാലും തുമ്പൂല്ലാണ്ട് സംസാരിച്ച് എനിക്ക് എങ്ങനെ മനസ്സിലാവുക? കെട്ടിയ മാപ്പിളാരെ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുമ്പോഴേ ഇവിടെ പെണ്ണുങ്ങൾ നല്ല കരുതലോട് കൂടിയിട്ട് ജീവിക്കണം. അല്ലാണ്ട് നിന്നെ പോലെ തോന്നിയ പോലെ ജീവിക്കല്ലേ വേണ്ടത്. അമ്മ എന്താ ഈ പറയുന്നത്? ഞാൻ എങ്ങനെ തോന്നിയ പോലെ ജീവിച്ചു എന്നാ? നീ എന്താണ് ഉമ്മാന്റെ അടുത്ത് ചൂടാവണത്? ഉമ്മ ഒരു പാവായതുകൊണ്ടാ? ഞാൻ എന്ത് ചൂടായി എന്നാ പറയണത്? എന്തൊക്കെ ഇങ്ങനെയൊക്കെ? അപ്പൊ നിനക്ക് ഇതുവരെയായിട്ടൊന്നും മനസ്സിലായിട്ടില്ല? ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെ. ഞാൻ കിട്ടണ ശമ്പളത്തിൽ നിന്ന് മുക്കാലും ഉമ്മാക്ക് അയച്ചു കൊടുക്കും. കാരണം ഇവിടുത്തെ വീട്ടുകാര്യങ്ങൾ നടക്കണമല്ലോ. ബാക്കിയുള്ളത് നിനക്കും അയച്ചു തരും. കാരണം നിന്റെ ഈ കുട്ടികളുടെയും കാര്യങ്ങൾ നടക്കണം. എന്നിട്ടും നീ എങ്ങനെയാണ് നിന്റെ വീട്ടിലേക്ക് ലക്ഷങ്ങൾ എത്തിക്കണത്? അതൊന്നും എനിക്കറിയണം. അതിന് ഞാൻ എവിടെ എന്റെ വീട്ടിലേക്ക് പൈസ എത്തിക്കുന്നത്? നിങ്ങൾ അയക്കണ പൈസ എനിക്ക് കുട്ടികൾക്ക് എന്നെ തികയണില്ല. പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് എവിടെ നിന്ന് എടുത്തു കൊടുത്തു എന്നാ നിങ്ങൾ പറയുന്നത്? നിന്റെ അടുത്ത് കണക്കില്ലായിരിക്കും, പക്ഷേ ആ കണക്കൊക്കെ ഉമ്മാന്റെ അടുത്തും അവളുടെ അടുത്തും ഉണ്ട്. പിന്നെ എന്റെ പെങ്ങൾക്കൊരു സംശയമുണ്ട്, നീ എന്റെ ഉമ്മാനെ വരച്ച വരയില്ല നിർത്തുന്നെന്നുള്ളത്. അതൊന്ന് ക്ലിയർ ആക്കി കൊടുക്ക്. എടി, നീ അതിന് കരയൊന്നും വേണ്ട. നിന്നെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാനിന്ന് വന്നു കയറിയുള്ളൂ ഇവിടെ. അപ്പോഴേക്കും ഇവർക്കൊക്കെ നിന്നെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞു തരാനുള്ളത്. അപ്പൊ ഞാനില്ലാത്തപ്പോ നീ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ഇവിടെ? നീ എന്താണ് അപ്പൊ ഇങ്ങനെ പറയണത്? അവളൊന്ന് കരഞ്ഞു കാണിച്ചപ്പോഴേക്കും നിന്റെ മനസ്സലിഞ്ഞോ? അതെ, ഞാനിവളെ ഇന്നൊന്നലെ കാണാൻ തുടങ്ങിയതല്ല. ഉമ്മ എന്നെ എന്തിനൊക്കെ വിളിക്കലുള്ളത്? അതിന് പൈസ വേണം, ഇതിന് പൈസ വേണം, അവിടെ പൈസ കൊടുക്കണം, ഇവിടെ പൈസ കൊടുക്കണം. അല്ലാണ്ട് എനിക്ക് സുഖമാണോ എന്ന് ഇതുവരെ നിങ്ങൾ വിളിച്ചന്വേഷിച്ചിട്ടുണ്ടാ? പിന്നെ അവള് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് നിന്ന് വിളിച്ചിട്ടും കൂടെ അല്ല. പിന്നെ ആ ഒരു മെസ്സേജ് അയച്ച് കണ്ടപ്പോൾ വരുമ്പോ അതെനിക്ക് വിശേഷം അറിയാനൊന്നുമല്ല, അവൾക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി.
ഞാൻ ജോലിയും കഴിഞ്ഞ് റൂമിലെത്തിയാലേ എന്നെ ദിവസവും വിളിച്ചിട്ട് എനിക്ക് സുഖമല്ലേ, ഞാൻ ഭക്ഷണം കഴിച്ചോ, എൻ്റെ ശരീരം നോക്കണം, ഇതൊക്കെ വിളിച്ച് അന്വേഷിക്കാനേ ഇത് അവളൊരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞു തന്നിട്ട് വേണം എനിക്ക് അവളെ മനസ്സിലാക്കാൻ. നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടേ 10-12 വർഷമായി. ഉമ്മാക്ക് മോൾക്ക് എൻ്റെ പൈസ മാത്രം മതി അല്ലേ? എന്നാലേ ഇനി അത് വേണ്ട. നിങ്ങൾ രണ്ടാളും ഒരു കാര്യം മനസ്സിലായിക്കോ, ഇനി ഞാൻ ലീവ് കഴിഞ്ഞ് പോകുമ്പോഴേ വെള്ളിയും കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നിൽക്കുക. അതെങ്ങനെ ശരിയാവുക? ഇവള് നിന്റെ കൂടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? ഇത്രയും കാലമൊക്കെ നോക്കിയില്ലേ, അത് മതി. ഇനി ഞങ്ങളൊന്ന് ജീവിക്കട്ടെ.